1983 ഒരു കായിക പ്രേമികളെയെല്ലാം പിടിച്ച് കുലുക്കി, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ പുതിയ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്നത്തെ വേൾഡ് കപ്പ്, അല്ലെങ്കിൽ സിംബാബ്വെ ഇന്ത്യ, ആ ക്രിക്കറ്റ് അല്ലെങ്കിൽ അന്നത്തെ ആ കളിയെക്കുറിച്ച് ആളുകൾക്കൊരു കുറച്ചൊക്കെ ധാരണകൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഉണ്ടാവുള്ളൂ. അതിൽ നമുക്ക് കപിൽ ദേവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂപ്പർ ഹ്യൂമൻ പെർഫോമൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അന്നത്തെ കളിയെക്കുറിച്ച് വിശേഷിപ്പിച്ച്. അതിലൂടെ നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ഇസ്രായേലും ഗാസയൊക്കെ പറഞ്ഞാൽ നമുക്ക് അല്പം റിലാക്സ്ഡ് ആയിട്ടൊന്ന് വേറൊരു ടോപ്പിക് എടുക്കാം. അതായത് 1983 ഇന്ത്യ വേൾഡ് കപ്പ് നേടി. ഒരാളും പ്രതീക്ഷിച്ചിട്ടില്ല. എത്ര വലിയ ഓപ്റ്റിമിസ്റ്റ് ആയാലും ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ആ വേൾഡ് കപ്പിൽ തന്നെ സിംബാബ്വെക്കെതിരായ മാച്ച് എന്ന് പറഞ്ഞത് ഏറ്റവും ക്രൂഷ്യൽ. ചിലപ്പോൾ ആ മാച്ച് തോറ്റെങ്കിൽ ചിലപ്പോൾ സെമി ഫൈനൽ കാണാതെ പുറത്ത് പറഞ്ഞിട്ട് വന്നെ. ആ മാച്ചിൽ കപിൽ ദേവിൻ്റെ പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും മാച്ചസ് കം ആൻഡ് ഗോ, ബട്ട് വൺ മാച്ച് വിൽ റിമെയിൻ ഫോർ എവർ. അത് ഈ സിംബാബ്വെ ഇന്ത്യ മാച്ച്, പ്രത്യേകിച്ച് കപിൽ ദേവിൻ്റെ പെർഫോമൻസിനെ പറ്റി നമുക്ക് അങ്ങനെ പറയാം. അതൊരിക്കലും മറക്കില്ല, ക്രിക്കറ്റ് ഉള്ള കാലത്തോളം ഓർക്കും. അപ്പോൾ വേൾഡ് കപ്പ് നേടിയെന്നുള്ളത് വലിയൊരു ചരിത്രമാണ്, ശരി. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോണത് അന്നത്തെ സിംബാബ്വെക്കെതിരെ കപിൽ ദേവ് നടത്തിയ അവിശ്വസനീയമായ, അതേപോലെ സൂപ്പർ ഹ്യൂമൻ എന്ന് പറഞ്ഞ പോലെ ഉള്ള പെർഫോമൻസ്. അതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം ഇന്ന്. അപ്പോൾ ആ മാച്ച് നടന്നത് ജൂൺ 18, 1983. അത് ടെൻബ്രിഡ്ജ് വെൽസ് എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നത്. അത് ലണ്ടനിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റേഴ്സ് ദൂരെയുള്ളൊരു സ്ഥലമാണ്. അവിടെ വെച്ചായിരുന്നു മാച്ച് നടന്നത്. അന്ന് കപിൽ ദേവ് 24 വയസ്സുള്ള യുവ കോമളനാണ്. അധികം നാളായിട്ടില്ല ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ട്. പാകിസ്ഥാനിൽ പോയി ഇന്ത്യ തോറ്റു കഴിഞ്ഞപ്പോൾ ഗാവസ്കറിനെ മാറ്റിയിട്ട് പിന്നെ വെസ്റ്റ് ഇൻഡീസിൽ പോകുമ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ട് കപിൽ ദേവിനെ വെച്ചു. അതിനുശേഷം വലിയ പരിചയമൊന്നുമില്ല അധികം. അതിനുശേഷമാണ് ഇവിടെ വന്ന് വേൾഡ് കപ്പിനായിട്ട് പങ്കെടുക്കുന്നത്. ആരും ഇന്ത്യയുടെ കാര്യം കൺസിഡർ ചെയ്തേയില്ല. പക്ഷേ കപിൽ ദേവിൻ്റെ പെർഫോമൻസിൻ്റെ വെളിച്ചത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യ വേൾഡ് കപ്പ് നേടി. അപ്പോൾ ഈ സിംബാബ്വെ ആയിട്ടുള്ള മാച്ചിലാണ് അദ്ദേഹം ഏറ്റവും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചത്. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പക്ഷേ അതിനെപ്പറ്റി അറിയാൻ പാടുണ്ടാവില്ല പലർക്കും. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഈ കഥ ഒന്ന് നോക്കുന്നത്. കൂട്ടത്തിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് കപിൽ ദേവ് നടത്തിയ പെർഫോമൻസ് 175 നോട്ട് ഔട്ട്, അതിൻ്റെ വീഡിയോ ഒന്നും അവൈലബിൾ അല്ല, ഓരോരുത്തും ഇല്ല. അതെന്തുകൊണ്ടാണ് ഇത്രയും ഒരു അന്നത്തെ കാലഘട്ടത്തിൽ ഒരുമാതിരി എല്ലാ കപിൽ ദേവിൻ്റെ ഗെയിമുകളും ഉണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷെ എന്തുകൊണ്ടാണ് ആ ഒരു പെർഫോമൻസ് മാത്രം നമ്മുടെ കയ്യിൽ? അതിൻ്റെ പെർഫോമൻസിനെ പറ്റി നമുക്ക് ഇവിടെ വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ട് ഒരു റൂമറുണ്ട്. ആൾക്കാർ പൊതുവിൽ പറയുന്ന ഒരു കഥയുണ്ട്. അന്ന് BBC ക്രൂ അല്ലെങ്കിൽ സ്റ്റാഫൊക്കെ സമരത്തിലായിരുന്നു, അതുകൊണ്ട് ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ ആളുണ്ടായിരുന്നില്ല എന്നാണ് പലരും പറയുന്നത്. എനിക്ക് വേണമെങ്കിൽ ഈവൻ കപിൽ ദേവ് പോലും അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അത്രയ്ക്ക് വൈഡ് സ്പ്രെഡ് ഒരു റൂമറാണത്. പക്ഷേ അത് നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിയാൽ അതിൻ്റെ സത്യം അറിയാം. നമ്മൾ BBC-യെ ഈ കാര്യത്തിൽ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് നിരക്കില്ല. കാരണം അന്നത്തെ ദിവസം ഏറ്റവും കഷ്ടപ്പെട്ട് അധ്വാനിച്ചൊരു ഗ്രൂപ്പാണ് ഈ BBC ടെലികാസ്റ്റിനുള്ള ക്രൂ. പക്ഷേ അന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ സിംബാബ്വെ മാച്ച് നടക്കുന്ന സമയത്ത് തന്നെ വേറെ 2 വളരെ ഇമ്പോർട്ടൻറ്റ് മാച്ചസ് നടക്കുന്നുണ്ടായിരുന്നു. ഒന്ന് വെസ്റ്റ് ഇൻഡീസ് ഓസ്ട്രേലിയ മത്സരമായിരുന്നു. അവരാണ് ഏറ്റവും നല്ല ടീമുകൾ, അതുകൊണ്ട് അത് കാണിക്കാതെ പറ്റില്ല. പിന്നെ വേറൊന്ന് പാകിസ്ഥാൻ ഇംഗ്ലണ്ട് മത്സരം, അതും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാച്ചാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ഹോസ്റ്റ് കൺട്രിയാണ്, അപ്പോൾ അത് കാണിക്കാതെ പറ്റില്ല. പിന്നെ ഇന്ത്യയുടെ കാര്യം എന്താ പരിഗണിക്കാതിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രൂ മുഴുവനും അവിടെ ബിസി ആയിപ്പോയി, അവർക്ക് ഇങ്ങോട്ട് വരാൻ സമയമില്ല. അതേസമയം ഇന്ത്യയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നും പോയിന്റ് ഔട്ട് ചെയ്യാനില്ല ഇന്ത്യക്ക്. എക്സ്പീരിയൻസും കുറവായിട്ടുള്ള ടൈം. അതെ, എക്സ്പീരിയൻസ് കുറവ്. കൂട്ടത്തിൽ ഈ 1983 വേൾഡ് കപ്പിന് മുമ്പ് 2 വേൾഡ് കപ്പ് നടന്നായിരുന്നു. ആ 2 വേൾഡ് കപ്പിലുള്ള ഇന്ത്യയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 0 ആണ്. അതായത് ആകെ തോൽപ്പിച്ചിട്ടുള്ളത് ഈ 2 വേൾഡ് കപ്പ് സീരീസിൽ ആകെ ഇന്ത്യ തോൽപ്പിച്ചിട്ടുള്ളത് ഈസ്റ്റ് ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി അൺനോൺ ഒരു കൺട്രിയാണ്, ആരും കൺസിഡർ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുനിൽ മനോഹർ ഗാവസ്കർ ഒരു ഇംഗ്ലണ്ടുമായിട്ടുള്ള മാച്ചിൽ 60 ഓവർ കളിച്ചിട്ട് ആകെ 36 റൺസാണ് നേടിയത്. അത് വൺ ഓഫ് ദി വേഴ്സ്റ്റ് ഇന്നിങ്സ് പ്ലേഡ് ഇൻ ദി വേൾഡ് കപ്പ് എന്നാണ് ഭീഷൺ സിംഗ് ബേഡിയ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയുടെ ബാക്ക്ഗ്രൗണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ അവർ ശ്രമിക്കാതിരുന്നത്. പിന്നെ ദേവർ അതർവൈസ് ബിസി, അവർക്ക് മറ്റുള്ള മാച്ചസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്
അവർ ഈ ഇന്ത്യയുടെ കാര്യത്തിൽ അത്ര ഇടപെടാൻ പറ്റാതിരുന്നത്. പക്ഷേ അന്നാണ് ഏറ്റവും നല്ലൊരു പെർഫോമൻസ് അവിടെ വന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ഈ പറഞ്ഞ ടെൻബ്രിഡ്ജ് വെൽസിലാണ് ഈ മാച്ച് നടക്കുന്നത്. അവിടെ ടോസൊക്കെ കഴിഞ്ഞു, ഇന്ത്യ ബാറ്റ് ചെയ്യാൻ അയച്ചു. ഇന്ത്യ ബാറ്റ് ചെയ്യാൻ അയച്ചപ്പോൾ ഇന്ത്യയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിട്ട് വന്നത് ഗവാസ്കർ, വൺ ഓഫ് ദി ബെസ്റ്റ് ബാറ്റ്സ്മാൻ എവർ. പിന്നെ വേറൊരാൾ കൃഷ്ണമാർജരി ശ്രീകാന്ത്, ഡാഷിംഗ് ബാറ്റ്സ്മാൻ ഫ്രം തമിഴ്നാടു, ഒരു എഞ്ചിനീയർ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ കപിൽ ദേവ് ഇവരെ കണ്ടപ്പോൾ വിചാരിച്ചു ഇതേപോലെ പല ബാറ്റ്സ്മാൻമാർ ഇനിയും വരാനിരിക്കുകയാണ്. അദ്ദേഹം നമ്പർ 6 ഒക്കെ ആയിട്ടാണ് വരുന്നത് കപിൽ ദേവ്. അപ്പോൾ വളരെ തണുപ്പുള്ളൊരു ദിവസമായിരുന്നു. അദ്ദേഹം വിചാരിച്ചു ഇവിടെ ഇങ്ങനെ കുറേ നേരം ഇരിക്കുന്ന നേരം കൊണ്ട് പോയി നന്നായിട്ടൊന്ന് കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ആകെ ഒന്ന് ഫ്രഷ് ആവും, ഈ തണുപ്പിൻ്റെ ശല്യമൊക്കെ ഒന്ന് മാറി കിട്ടുമെന്ന് വിചാരിച്ച് അദ്ദേഹം കുളിമുറിയിലേക്ക് പോയി. അങ്ങനെ ബാറ്റിംഗ് ആരംഭിച്ചു. ആദ്യത്തെ ബോൾ ഫേസ് ചെയ്തത് ബെസ്റ്റ് ഓപ്പണർ ഇൻ ദി വേൾഡ് ഗവാസ്കറാണ്. പക്ഷേ ആദ്യത്തെ ബോളിലെ അനുഭവം, എക്സ്പീരിയൻസ് അത്ര നല്ലതായിരുന്നില്ല. ആദ്യത്തെ ബോളിൽ തന്നെ അദ്ദേഹം ഔട്ടായി. ദ വെരി ഫസ്റ്റ് ബോൾ ഹി ഫേസ്ഡ്. അപ്പോൾ ഇന്ത്യയുടെ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 for 1 വിക്കറ്റ് എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് വന്ന് ചേർന്നത് മൊഹീന്ദ്ര അമർനാഥാണ്. ഈ മൊഹീന്ദ്ര അമർനാഥ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഇന്ത്യൻ ക്യാപ്റ്റൻ ലാല അമർനാഥിൻ്റെ മകനാണ്. മാത്രവുമല്ല പഴയ ഇന്ത്യൻ പ്ലെയർ സുരേന്ദ്ര അമർനാഥിൻ്റെ അനുജനാണ്. വെരി കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാനാണ്. അവർ ബാറ്റിംഗ് ആരംഭിച്ചു. കുറേ കഴിഞ്ഞ് സ്കോറ് 6 എത്തി. 6 ഇപ്പോൾ മൊഹീന്ദ്ര അമർനാഥ് അതിനകം ഒരു ബൗണ്ടറി അടിച്ചായിരുന്നു. ഈ 6 എന്നുള്ള സ്കോറിൽ നിൽക്കുമ്പോൾ ശ്രീകാന്ത് ഔട്ടായി, 2 വിക്കറ്റ്സ് പോയി. പിന്നെ വന്ന ആൾ സാന്ദീപ് പാട്ടീലാണ്. അപ്പോൾ മൊഹീന്ദർ അമർനാഥും സാന്ദീപ് പാട്ടീലും കൂടി കുറച്ചേരം ബാറ്റ് ചെയ്യാൻ തുടങ്ങി. സാന്ദീപ് പാട്ടീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഷിംഗ് ബാറ്റ്സ്മാൻ ഫ്രം ബോംബെ, സെൻസേഷണൽ ബാറ്റ്സ്മാനാണ്. അങ്ങനെ ബോബ് വില്ലിസ് എന്ന് പറയുന്ന പ്ലെയറിൻ്റെ അല്ലെങ്കിൽ ഫാസ്റ്റ് ബൗളർ, ബ്രിട്ടീഷ് ഫാസ്റ്റ് ബൗളറിനെതിരെ ഒരു ഓവറിൽ 6 ബൗണ്ടറീസ് അടിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു. പക്ഷേ ആ സ്കോർ 6 നിൽക്കുമ്പോൾ തന്നെ മൊഹീന്ദർ അമർനാഥ് ഔട്ടായി. അപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയനീയം എന്ന് പറഞ്ഞാൽ 3 വിക്കറ്റ് പോയി ആകെ 6 റൺസേ ഉള്ളൂ. ആ സമയത്ത് കപിൽ ദേവ് ആണെങ്കിൽ അവിടെ കുളിമുറിയിലാണ്. ഇവിടുന്ന് ജനങ്ങൾ കൂടുതലും അവിടെ ഉണ്ടായിരുന്ന ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആൾക്കാരാണ്. മുഴുവനും എല്ലാവരും സ്റ്റേഡിയം വിട്ടു പോകാൻ തുടങ്ങി. കാരണം ഇന്ത്യ തകർന്നു, ഇനി ഇന്ത്യയുടെ കാര്യം നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ മൊഹീന്ദർ അമർനാഥും സാന്ദീപ് പാട്ടീലും കൂടി ബാറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ സ്കോർ 9 ആയി കഴിഞ്ഞപ്പോഴേക്കും ഈ സാന്ദീപ് പാട്ടീൽ ഔട്ടായി. അപ്പോൾ 4 ബാറ്റ്സ്മെൻ ഔട്ടായി. ഇന്ത്യയുടെ ടോട്ടൽ 9 ആണ്. അപ്പോൾ ആരാണ്ടൊക്കെ കൂടി ഓടിപ്പോയി കുളിമുറിയിലേക്ക് കപിൽ ദേവിനെ വിളിക്കാനായിട്ട്. ഇവിടുത്തെ സാഹചര്യം മോശമാണ്, ഉടനെ ഓടി വന്നൊന്നും പറഞ്ഞ് തുണിയെ കുടിപ്പിച്ച് ആളെ കൊണ്ടുവന്നു. കാരണം 9 റൺസ് ആയി കഴിഞ്ഞപ്പോൾ 4 വിക്കറ്റ്സ് പോയി. ഇന്ത്യൻ കാണികളുള്ളവരൊക്കെ സ്റ്റേഡിയം വിട്ടുപോയി. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. പിന്നീട് വന്നത് യശ്പാൽ ശർമ്മയാണ്. അപ്പോൾ യശ്പാൽ ശർമ്മ വന്നു. അതിനുശേഷം കപിൽ ദേവൊക്കെ വന്നു. ഇങ്ങനെ 17 ആയി കഴിഞ്ഞപ്പോഴേക്കും 17 ആയി കഴിഞ്ഞപ്പോഴേക്കും 5 വിക്കറ്റ് പോയി. യശ്പാൽ ശർമ്മ ഔട്ടാകുമ്പോൾ 9 റൺസ് കൊടുത്തിട്ടുണ്ട്. ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ കപിൽ ദേവിൻ്റെ തോളത്ത് വന്നിരിക്കുന്ന ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 റൺസിന് 5 വിക്കറ്റ് നഷ്ടപ്പെടുത്തിയ ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ളതായിരുന്നു പ്രശ്നം. ആ അവസ്ഥയിലാണ് കപിൽ ദേവ് ബാറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ യശ്പാൽ ശർമ്മ പോയി കഴിഞ്ഞപ്പോൾ ഈ കപിൽ ദേവിൻ്റെ കൂടെ ബാറ്റ് ചെയ്യാൻ വന്നത് റോജർ ബിന്നിയാണ്. റോജർ ബിന്നി 22 റൺസ് എടുത്തു. അങ്ങനെ 22 റൺസ് എടുത്തിട്ടാണ് അദ്ദേഹം ഔട്ടായത്. 6 വിക്കറ്റ് നഷ്ടപ്പെട്ടു. ഇന്ത്യയുടെ സ്കോർ 77 പിന്നീട് വന്നത് രവിശാസ്ത്രിയാണ്. രവിശാസ്ത്രി 1 റണ്ണിന് ഔട്ടായി. അപ്പോൾ ഇന്ത്യയുടെ സ്കോർ 78 for 7 എന്നുള്ള അവസ്ഥയിലായിരുന്നു. പിന്നീട് വന്നത് മദൻലാലാണ്. മദൻലാൽ ആണ് 8ാമതായിട്ട് ഔട്ടാകുന്നത്. മദൻലാലിൻ്റെ സ്കോർ 17 റൺസായിരുന്നു. ഇന്ത്യയുടെ ടോട്ടൽ അപ്പോൾ 140 ആയി. പിന്നീട് കപിൽ ദേവിൻ്റെ കൂടെ ചേർന്നത് കിർമാണിയാണ്. കിർമാണി 24 റൺസ് എടുത്തു. അങ്ങനെ ഇതിൻ്റെ എല്ലാം ടോട്ടലായിട്ട് ഇന്ത്യയുടെ സ്കോർ 266 ആയി. അപ്പോൾ കപിൽ ദേവ് ബാറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് 50 എടുത്തത് 26 ബോൾസിലാണ്. സെക്കൻഡ് 50 എടുത്തത് 13 ബോൾസിലാണ്. തേർഡ് 50 എടുത്തത് 11 ബോൾസിലാണ്. അങ്ങനെ ഇന്ത്യയുടെ ടോട്ടൽ ബിക്കെയിം 266 ആയിരുന്നു. 8 വിക്കറ്റ്സിന് 8 വിക്കറ്റിൽ 266. ഇന്ത്യ 266 നോട്ട് ഔട്ട്. കപിൽ ദേവ് 175 നോട്ട് ഔട്ട്. അപ്പോൾ അങ്ങനെ ഇന്ത്യ ഏകദേശം നല്ലൊരു ലെവലിലേക്ക് വന്നു.
അതിനുശേഷം സിംബാബ്വെ വന്നു. സിംബാബ്വെ 235 റൺസിന് ഓൾ ഔട്ടാക്കി. 57 ഓവേഴ്സേ അവർക്ക് കളിക്കാൻ സാധിച്ചുള്ളൂ. കപിൽ ദേവിനൊരു വിക്കറ്റും കിട്ടി, മാത്രമല്ല 2 ക്യാച്ചസ് കൊടുത്തു. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 175 റൺസ് അദ്ദേഹം ഒറ്റയ്ക്ക് എടുത്തു. അതാണ് ഈ കപിൽ ദേവിൻ്റെ അന്നത്തെ സൂപ്പർ ഹ്യൂമൻ പെർഫോമൻസ് എന്ന് അതിനെപ്പറ്റി പറയാനുള്ളത്. അതായത് 17 for 5 എന്ന നിലയിൽ നിന്നും ഇന്ത്യയെ 266 for 8 എത്തിച്ചത് കപിൽ ദേവിൻ്റെ പെർഫോമൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ 175 നോട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് റെക്കോർഡായിരുന്നു. പിന്നെ നമ്പർ ഓഫ് സിക്സസ് നോക്കിക്കഴിഞ്ഞാൽ 6 സിക്സസ് ആണ് അടിച്ചത്. 16 അടിച്ചു. വേറെ ഇന്ത്യൻ പ്ലെയർ ആരും 6 അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഈ 175 നോട്ട് ഔട്ട് എന്ന് പറയുന്നത് കമ്പയർഡ് വിത്ത് ഓൾ ദി അതർ പ്ലെയേഴ്സ് വലിയ ഒരു സൂപ്പർ ഹ്യൂമൻ പെർഫോമൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അവിടെ നിന്നാണ് ഇന്ത്യയുടെ ഒരു പുനർജന്മം പോലെയായിരുന്നു. പിന്നീട് എല്ലാ മാച്ചുകളും ജയിച്ചു. വെസ്റ്റ് ഇൻഡീസുമായിട്ട് ഇന്ത്യ കളിക്കുന്ന സമയത്ത് വെസ്റ്റ് ഇന്ത്യൻസ് വേഴ്സസ് ജസ്റ്റ് ഇന്ത്യൻസ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. പക്ഷേ ഇന്ത്യ ഫൈനലിലും ജയിച്ചു. വെസ്റ്റ് ഇൻഡീസിനെ ആദ്യമായിട്ട് വേറെ ഒരു ടീമും വെസ്റ്റ് ഇൻഡീസിനെ ഇതുവരെ തോൽപ്പിച്ചിട്ടില്ലായിരുന്നു ഒരു വേൾഡ് കപ്പിൽ. അങ്ങനെ ഇന്ത്യ വേൾഡ് കപ്പ് നേടി. അതുകൊണ്ടാണ് ഈ പെർഫോമൻസ് കപിലിൻ്റെ ചെകുത്താന്മാരെന്ന് പറയുന്നതും കപിലിൻ്റെ സൂപ്പർ ഹ്യൂമൻ പെർഫോമൻസ് എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ഇതാണ് ഈ കപിൽ ദേവിൻ്റെ പെർഫോമൻസിൻ്റെ ചരിത്രം. നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപകരിക്കും എന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.